ഇവിടെ നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം കൾട്ടിവേഷൻസും ഒക്കെയാണ് പലതും. ആ നാട്ടിൽ ഒരു വയനാട്ട് പ്രദേശത്ത് പോയ ഒരു പ്രതീതിയാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ന്യൂക്രയിലുള്ള ഇസ്ട്രൽ ബീച്ചാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പുതിയൊരു ട്രിപ്പിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാൽഭാഗമായി ഇപ്പം. അപ്പൊ നിങ്ങളെല്ലാം തംബ്നെയിലിൽ കണ്ടപോലെ നമ്മൾ ഇപ്പം ഇംഗ്ലണ്ടിന്റെ സദേൺ പാർട്ടായിട്ടുള്ള കോൺവാൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലം മെയിൻലി ബീച്ചസിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിഫ്സും സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മള് രാവിലെ ഒരു വെളുപ്പിനെ ഒരു 4:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. ഇപ്പൊ ഏകദേശം ഒരു 7 മണി ആറായി. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്തു. അപ്പൊ ഞങ്ങള് രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അതിന്റെ പകുതി ഒക്കെ ആയതൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചുകൂടെ പോകണം. ഞാൻ റെഡിയാണോ? വട്ടമില്ല തീരെ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം എത്രയായത്? 4:30 ഒരു വെളുപ്പിന് 4:30 ആയി. എല്ലായിടവും ഭയങ്കര സൈലൻ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ ഒന്നും അലച്ചൊന്നും പറയുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഡേ ഓഫ് ട്രിപ്പ് നമുക്ക് നോക്കാം. ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. നമ്മുടെ കുട്ടിപ്പട്ടാളം പുറകിലിരിപ്പുണ്ട്. റെഡിയായിട്ട് തുമ്മി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, റെഡിയാണോ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്ന് പോവാണ്, ഈഡൻ പ്രോജക്റ്റിലോട്ട്. സമയം നല്ല എത്രയായി? നമ്മളവിടെ ഒരു ഏകദേശം ഒരു 9:15 ആകുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്തിട്ടൊക്കെ പോകത്തുള്ളായിരിക്കും അല്ലേ? സർവീസിൽ നിർത്തില്ല. നമ്മളപ്പം ഒരു സർവീസിൽ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്. അപ്പോൾ സർവീസസിൽ ഇറങ്ങിയിരിക്കാം. നമുക്ക് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ട് പോവാം മുന്നോട്ട്. നമ്മുടെ കോൺവാൾ ട്രിപ്പിൻ്റെ ഒരു ഫസ്റ്റ് ബ്രേക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം ഓട്ടം സീസണൊക്കെ ആകാൻ തുടങ്ങുമല്ലേ, അതിൻ്റെ ആയിട്ടുള്ളതല്ലേ, അതിൻ്റെ ആയിട്ടൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു തന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഒരു ഹോട്ട് ഡ്രിങ്ക് ആയിക്കൂടാ, ഒരു ടോസ്റ്റി എല്ലാവരും നല്ല ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയത് നല്ലൊരു 3 ടോസ്റ്റീസ് കഴിക്കാം. ഇനിയിപ്പം നമ്മുടെ ട്രിപ്പിന് മൊത്തം ഇതൊക്കെ തന്നെ ആയിരിക്കും ഫുഡല്ലേ. എങ്ങനെ ഉണ്ടടാ? നല്ലതാ. എൻ്റെ സെക്കൻഡ് ബെസ്റ്റ് തിങ്. ഇവിടെ കോഫി ഉണ്ട്. നമുക്ക് കോഫി, നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്.
നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് അവിടെ കിടന്ന് അവളൊന്ന് ഉറങ്ങിപ്പോയി. നമ്മൾ ഫസ്റ്റ് ഇന്ന് പോകുന്നത് ഈഡൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് വലിയ നല്ലൊരു ഡോംസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്ലോബലായിട്ടുള്ള പ്ലാന്റ്സ്, അതിൻ്റെ എല്ലാത്തിനും ഒരു നല്ല വലിയൊരു എക്കോ സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അവരെ. പ്രത്യേകിച്ച് കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പിലെ ഒരു സ്ഥലമായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേട്ടിടത്തോളം കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പം ഈഡൻ പ്രോജക്റ്റിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറേ പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്ന കുറേ ഓറഞ്ച് അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ നെയിംസിലുള്ള പാർക്കിംഗ് സ്പേസസ് ആണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഓറഞ്ച് പാർക്കിംഗ് സ്പേസ് ആണ്. അത് കുറച്ച് നടക്കാനുണ്ട്, ഒരു 11 minutes നടക്കാനുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറേ പേരുണ്ട് ഇതുപോലെ നടക്കാൻ. ഇങ്ങനെ നമുക്ക് അതുപോലെ തന്നെ നടക്കാനുള്ള പാത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും പോകുന്ന വഴിക്ക് നമ്മളും പോവാം. ടിക്കറ്റ്സ് കാണിച്ച് അകത്ത് കയറാനുള്ള കൗണ്ടറാണിത്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഈഡൻ പ്രോജക്റ്റ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് കയറാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം ഫുള്ളും ചെടികളും ഒക്കെ കൾട്ടിവേഷൻസും ഒക്കെയാണ് പലതും. നാട്ടിൽ കാണുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. നല്ല രസമുണ്ട് കാണാൻ. എന്താണ് ഇവിടെ? ബിഗ് സീഡ്. നമ്മളിപ്പം ഓരോ ഡോമിലോട്ടും ഇനി കയറാൻ പോവാണ്. അതിൻ്റെ ഏരിയാസ് എല്ലാം ഇങ്ങനെയാണ്. എൻട്രൻസിന്റെ അവിടെ ഉള്ള ഒരു കഫേയാണ്. അത്യാവശ്യം വലിയൊരു കഫേയാണ്. നല്ല പല ടൈപ്പിലെ ക്വിസീൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വാഴ ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, നമ്മുടെ വാഴ അങ്ങനെ നിൽക്കാം. ഓണത്തിനേക്കും എല്ലാം കായ്ച്ചിരുന്നെങ്കിൽ ഉപ്പേരിക്കുള്ളതായനായിരുന്നു. ചെമ്പരത്തി സ്പോട്ടഡ് ഗൈസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളെല്ലാം പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. നാടിനെ മിസ് ചെയ്യുന്നെന്നുള്ള പരാതിയും തീരാ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിലിറങ്ങിയ പോലുണ്ട്. നമ്മുടെ ഇതിനെന്താന്ന് പറയുന്നത്? പൂച്ചവാലൻ. ഞങ്ങളൊക്കെ നാട്ടിൽ ഇതിനെ പൂച്ചവാലൻ എന്നാ പറയുന്നത്. വേറെ പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇവരുണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നതാന്ന് കണ്ടാ പറയും. ശരിക്കും നമ്മുടെ നാട്ടില് ഒരു വയനാട്ട് പ്രദേശത്ത് പോയ ഒരു പ്രതീതിയാണ് എനിക്ക് ശരിക്കും തോന്നുന്നത്. ചേമ്പോ, ഇത് എന്ത് ടൈപ്പിലെ ചേമ്പാണ്? ചേമ്പും വാഴയും കൂടെ ഉള്ള ഇത് സങ്കരയിനം എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടില് പണ്ടൊക്കെ മീൻകാരൻ കൊണ്ടുവന്ന് മീൻ പൊതിഞ്ഞു കൊടുക്കുന്ന സാധനമായിരുന്നു വട്ടയില. അതുവരെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാട് പോലും പിടിച്ച് കയറുന്ന സാധനമാണ്. വെട്ടി കളയ ഇക്കാലത്തൊക്കെ. മഞ്ഞ ചെമ്പരത്തി നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ മഞ്ഞ ചെമ്പരത്തി കണ്ടിട്ടില്ല.
ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ്. നല്ല ചൂടുണ്ട് അത്യാവശ്യം കേട്ടോ. എല്ലാ വർഷം നാട്ടിൽ പോയില്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്നാലോ, അല്ലാതെ ആ ഒരു വിഷമം അങ്ങ് തീർക്കാൻ വേണ്ടി ഇവിടെ വന്നാലോ അല്ലേ? ഇതുണ്ടോ മുകളിലോട്ടൊക്കെ? ഒരു ചെമ്പരത്തി പറിച്ച് ചെവിയിൽ വെച്ചാലോ? ഇങ്ങനെയൊക്കെ വേണം ചെമ്പരത്തി ചെവിയിൽ വെക്കണോ? റബ്ബറിൻതോട്ടോ? ചോക്ലേറ്റിന്റെ ട്രീ വേണ്ട. ഫ്രൂട്ട് പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. ചോക്ലേറ്റിന്റെ നമ്മുടെ തൊട്ടാവാടി. എന്നടാ തൊട്ടാവാടി അയിന ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിക്കുന്നത് ഇങ്ങനെ. സെൻസിറ്റീവ് പ്ലാന്റ്. ബാംബൂ ട്രീസ് എല്ലാരും കണ്ടിട്ട്. ഇത് ഓണത്തിലേക്കാകാം കേട്ടോ. സദ്യക്ക് വിളമ്പാൻ ആവുമായിരിക്കും. ആ കൂമ്പങ്ങ് ഒടിച്ചിരുന്നെങ്കിൽ ഒരു തോരൻ വെക്കായിരുന്നു. ഓമയ്ക്ക, നമ്മളൊക്കെ നാട്ടിൽ ഓമയ്ക്ക എന്നാണ് ഇതിന് പറയുന്നത്. സ്ഫടികമാണോ? കരിമ്പിൻ തോട്ടം ഉണ്ടോ? ഇത് കണ്ടോ? ഇത് നമ്മള് കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ അകത്ത് കടിച്ചു കഴിക്കും. വെരി സ്വീറ്റ് അത്. ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാ. ജാതിക്കത്തോട്ടം. എന്റെ പാട്ട് കേട്ടാരും ഓടരുതേ പ്ലീസ്. അത് ജാതിക്ക മരം ആയോണ്ടാ. നമ്മുടെ ഇത് ഏലക്കയുടെ സംഭവമാണോ? ഏലമാണോ? കണ്ടിട്ട് അതുപോലെ എനിക്ക് തോന്നുന്നത്, പക്ഷെ കായൊന്നും കാണുന്നില്ല. കറിവേപ്പില ഇത്. ഇവിടൊക്കെ എന്ത് നല്ലതായിട്ട് വളരുന്നു. നമ്മളൊക്കെ വെച്ച് കഴിയുമ്പോ തണുപ്പത്ത് മൊത്തം പോയി. കുരുമുളക്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇവിടെ കാണുമ്പോ ഒരു വല്ലാത്തൊരു സന്തോഷവും. നമ്മുടെ കാപ്പിക്കുരുവിന്റെ കാപ്പിയുടെ അതെ കോഫി. അത് എന്താണ് സാർ? ആണോ? മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ നമ്മുടെ നാട്ടിലത്തെ അത്രയും കൊള്ളത്തില്ല. നല്ല അത്യാവശ്യം നല്ല മണമുണ്ട്. നല്ല ഓരോ പെർഫ്യൂംസ് ഉണ്ടാക്കുന്ന ടൈപ്പിലെ പ്ലാന്റ്സ് ആണ് അവർ പറഞ്ഞത്. ഇതിനൊക്കെ നമ്മൾ കയ്യിൽ ഇങ്ങനെ അരിച്ചിട്ട് നോക്കുവാണെങ്കിൽ നല്ല സ്മെല്ലാണ്. ഇവിടെ കാണുന്ന എല്ലാം ടൈപ്സ് ഓഫ് ഹെർബ്സ് ആണ്. ഇതെല്ലാം ഒലിവ് ട്രീ ആണ്. ഇത് ഒലിവ്സ്, റോസ്മേരി ആണ്. ഇത് ഭയങ്കര ഫ്രഷ് ആണ്. ഞാൻ എല്ലാവർക്കും
നമ്മുടെ വഴുതനങ്ങ, പല ടൈപ്പിലെ വഴുതനങ്ങ. ഇത് പംകിൻ ആണെന്ന് തോന്നുന്നു, പക്ഷെ തക്കാളിയാണ്. അല്ല, ഇത് പംകിൻ അല്ല കേട്ടോ, പംകിന്റെ സീ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ തക്കാളി കേട്ടോ. എന്ത് വലിയതാ, പല ടൈപ്പിലെ തക്കാളി കേട്ടോ. ടൊമാറ്റോസ് ഇത്, അയ്യോ ചെറി ടൊമാറ്റോസ്. പിന്നെ ഇതാണ് സംഭവം, ഇതെന്തൊരു വലിയ തക്കാളിയാ. ഒരു രസത്തിന് ഒരു തക്കാളി മതിയായിരിക്കും ഇതില് ഒരെണ്ണം. വഴുതനങ്ങയാണോ ഇതെന്താണ്? ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം കാണും കേട്ടോ. ഇതൊക്കെ ഓരോ ടൈപ്പിലാണെന്ന് തോന്നുന്നു. ഓരോ ടൈപ്പിലെ വഴുതനങ്ങ. നമ്മുടെ നെല്ല് പിന്നെ ചോറ് ചീരയല്ലേ? കണ്ടിട്ട് നമ്മുടെ ചീര പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. പക്ഷെ സൺഫ്ലവർ കണ്ടോ, അത് ഭയങ്കര ഒരു വേറെ യെല്ലോ കളറിലുള്ള ഒരു സൺഫ്ലവർ കേട്ടോ. നല്ല ക്യൂട്ട് സൺഫ്ലവേഴ്സ്. കാക്ടസ് ഗാർഡൻ എന്നാണ് പറയുന്നത്. നോക്കാം ഇതിനകത്ത് എന്താണ്. ഇവിടെ ആക്ച്വലി വാം ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നല്ല അത്യാവശ്യം മറ്റേനേക്കാളും വെച്ചിട്ട് തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ തീർന്നല്ലേ കുഞ്ഞ? ഇവിടുത്തെ ഞങ്ങൾ ഇന്നത്തെ തീർന്നു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ. അടുത്ത സ്പോട്ട് നമ്മുടെ ഹോട്ടലാണ്. അപ്പം ഹോട്ടലില് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് റിലാക്സ്, ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പോകാൻ പോകുന്ന സ്ഥലമാണ് ഏതാ മറന്നുപോയി, തിഞ്ചജൽ കാസിൽ കേട്ടോ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 4 o'clock ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും. ഇവിടെ ഇതുപോലത്തെ ടൈപ്പിലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. സിപ്പ് ലൈനെ പോകുന്നുണ്ട്, പറന്നു പോകുന്നതിൻ്റെ കൂട്ടിരിക്കും. പക്ഷെ ശരിക്കായിട്ട് ഇവിടെ ലൈനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, നമുക്ക് കീസ് കിട്ടി. ഇനി നമ്മൾ റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതുവഴി എവിടെയാണെന്ന് പറയുന്നത് കേട്ടു. നമുക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, വെൽക്കം ടു അവർ റൂം for 3 days. ഫാൻ ഉണ്ട് ഇവിടെ. ടീ ആൻഡ് കോഫി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും? ഒന്നുമില്ല. ഇവിടെ നല്ല വ്യൂ നമുക്ക് നോക്കാം. എടുക്കാൻ പറ്റത്തില്ലേ? ഇങ്ങനെ നോക്കാം. ഇവിടെ ഒരു ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇതാണ് ഒരു ഡബിൾ ബെഡ് ഉണ്ട്, ഒരു സിംഗിൾ ബെഡും ഉണ്ട് കുഞ്ഞാക്കി. ഓക്കെ, യെസ്, ദിസ് ഈസ് ദ ഹലോ ബാത്ത്. എല്ലാം ഡീസൻ്റ് ആണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ്. ടവൽസും ഒക്കെ ഉണ്ട് ആവശ്യത്തിന്. അവിടെ സൂപ്പാന്ന് തോന്നുന്നു. ഇവിടെ ബോഡി ലോഷൻ ആൻഡ് ലിക്വിഡ് സോപ്പ് ഉണ്ട്.
സോ ഗൈസ്, ചേഞ്ച് ഓഫ് പ്ലാൻ. നമ്മൾ ടിൻഡജൽ ക്യാസിൽ പോകണമെന്ന് വിചാരിച്ചത്, പക്ഷെ ട്രാഫിക്കിനകത്ത് പെട്ടുപോയി, ലേറ്റ് ആയിപ്പോയി. സോ അവിടെ 5 o'clock വരെ ലാസ്റ്റ് അഡ്മിഷൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് അത് വേണ്ടാന്ന് വെച്ചു. നമ്മൾ അവരെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, 5 o'clock കഴിഞ്ഞ് അവരെ അഡ്മിറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തേക്കുക ടിക്കറ്റ്. അപ്പം ഹോപ്പ്ഫുള്ളി നാളെ പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇപ്പം നമ്മൾ ജസ്റ്റ് പിന്നെയും സമയമുണ്ടല്ലേ, നമുക്കപ്പോൾ എന്താ എവിടെ പോകണം? ബീച്ചിലും എന്നിട്ട് സ്വിമ്മിംഗ് പൂളിലും. നമുക്ക് ബീച്ചിലപ്പം ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പം വിചാരിച്ചു വന്നാൽ ഇന്നിനി ഈവനിങ് വേറെ ഒന്നുമില്ല, കഴിച്ചിട്ട് എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ബീച്ചിൽ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോയി നമുക്ക് അവിടെ പൂളും ഉണ്ട്, സ്വിമ്മിംഗ് പൂളും ഉണ്ട്, അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർ ടുഡേ അല്ലേ. ഞങ്ങളപ്പം ഇതുപോലെ ബീച്ചിൽ വന്നിരിക്കുക. ഫിസ്ട്രൽ ബീച്ച് കേട്ടോ, ഫിസ്ട്രൽ ബീച്ച്. ഇത് ന്യൂക്രയിലുള്ള ഫിസ്ട്രൽ ബീച്ചാണ്. നല്ല രസമുണ്ട്, നല്ല ബിസിയാണ്, നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്, കാര്യമായിട്ട് ആൾക്കാരുണ്ട് ഇവിടെ. സൺസെറ്റ് കൂടെ കണ്ടിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു. ഒരു 7 മണിയായി ഇപ്പൊ, ഓൾറെഡി ഒന്നും ആയിട്ടില്ല സണ്ണ്. ഇങ്ങനെ ഇപ്പം ഇപ്പോഴും ഒരു സമ്മറിന്റെ ഒരു ഭാഗം തന്നെ ആയതുകൊണ്ട് സൺസെറ്റ് ഒക്കെ ലേറ്റ് ആയിട്ടാണല്ലോ, അതുകൊണ്ട് കുറെ നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ കോൺവാളിലെ ഫസ്റ്റ് ഡേ ട്രിപ്പിൽ ലാസ്റ്റ് ഐറ്റിനറി എന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇത്ര നല്ല പ്രഷ്യസ് ആണ്. നമ്മളെപ്പോഴും അതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തണം. ലാസ്റ്റിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ സൺസെറ്റ് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ പ്ലീസ്. താങ്ക് യു.